ഏതാണ് കൂടുതൽ നല്ലത്? ചിക്കൻ കഴിക്കുന്നതാണോ കപ്പലണ്ടി കഴിക്കുന്നതാണോ പ്രോട്ടീനിന്റെ ഏറ്റവും നല്ല സോഴ്സ് എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു ചിക്കനിലെ ഒരു പ്രോട്ടീൻ ഒരു 100 ഗ്രാം ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രോട്ടീൻ ശതമാനം 22 മുതൽ ഒരു 31% വരെ പ്രോട്ടീൻ ചിക്കനിൽ അടങ്ങിയിരിക്കുന്നത്. അതേസമയം 100 ഗ്രാം കപ്പലണ്ടിയിൽ ഒരു 25-26% പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം 100 ഗ്രാം ചിക്കൻ എടുക്കുമ്പോൾ 31% വരെ പ്രോട്ടീൻ കിട്ടാനുള്ള സാധ്യത. അപ്പൊ അതായത് നമ്മുടെ പേശികളുടെ ശക്തിക്കൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് ചിക്കൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതിന്റെ കാലറിക് വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചിക്കനിലെ ഒരു 100 ഗ്രാം ചിക്കൻ കോഴി മാംസമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 120 മുതൽ 160 വരെയാണ് കാലറിക് വാല്യൂ എങ്കിൽ ഈ കപ്പലണ്ടിയിലേക്ക് വരുമ്പോൾ അത് 100 ഗ്രാം കപ്പലണ്ടിയിൽ ഒരു 550 ആ റേഞ്ചിലേക്കാണ് അതിൻ്റെ ഒരു കാലറിക് വാല്യൂ ഒക്കെ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ചിക്കൻ ഒരു മണിക്കൂർ കൊണ്ട് ദഹിക്കുന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ദഹിക്കാൻ 5-6 മണിക്കൂർ. കാലറിക് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ദഹനശക്തി ഭയങ്കരമായിട്ട് കൂടുതൽ സമയം ദഹിക്കാനായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാലത്ത് ഒരു 9 മണിക്ക് ഒരു പാക്കറ്റ് കപ്പലണ്ടി കഴിച്ചു നോക്കിയാൽ ഇത് ദഹിക്കാനായിട്ട് നമുക്ക് 4-5 മണിക്കൂർ വേണം. അതേസമയം ചിക്കൻ ഒരു 10 മണിക്ക് 9 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ട് ദഹിച്ചു കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ കപ്പലണ്ടി ഒരു പാക്കറ്റ് കഴിച്ച് അതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദഹനം പൂർണ്ണമായിട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഭക്ഷണം വരികയാണ്. അപ്പോൾ അതിന്റെ ദഹനം കൂടി ആരംഭിക്കും. അപ്പൊ രണ്ടും കൂടിയും ആ ദഹനത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ഇത് വ്യക്തികളിൽ പലവിധ രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്.